ഈ മാഹി ബൈപ്പാസ് ഈ വടക്കൻ മലബാറിന്റെ ശാപമോക്ഷത്തിന് കാരണമായിട്ടുള്ള നരേന്ദ്രമോദിയുടെയും ഗഡ്കരിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും സ്വപ്ന പദ്ധതിയായിരുന്നു ഈ മാഹി ബൈപ്പാസ്. കാരണം വികസന മുരടിപ്പിന്റെ വടക്കൻ മലബാർ ജില്ലകൾ, പ്രത്യേകിച്ച് കോഴിക്കോട്, വടകര, കണ്ണൂർ, കാസർഗോഡ്, ആ മേഖലയെ നമുക്കറിയാം എല്ലാ കാലഘട്ടത്തിലും ഈ ഇടതുപക്ഷത്തിന്റെ ഒരു ശക്തമായ മേധാവിത്വം ഉള്ളത് കൊണ്ട് തന്നെ വികസന മുരടിപ്പിന്റെ പേരിലും ഗതാഗത കുരുക്കിന്റെ പേരിലും ആണ് എല്ലാ കാലഘട്ടത്തിലും ഈ പ്രദേശം അറിയാതെ. പ്രത്യേകിച്ച് നമുക്കറിയാം കോഴിക്കോട് നിന്ന് കൊയിലാണ്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ തലശ്ശേരിയിലോ കണ്ണൂരോ എത്തണമെങ്കിൽ മിനിമം 1-2 മണിക്കൂർ റോഡിൽ ചെലവഴിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തെയാണ് കൃത്യമായിട്ട് 4.5 പതിറ്റാണ്ടായി നടക്കാത്തൊരു കാര്യത്തെ കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുന്നു. 2015 ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ ആരായുന്നു, അതിന്റെ പ്രശ്നങ്ങൾ എന്തെന്ന് നോക്കുന്നു. അതിനോട് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നു, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യണം. സ്വാഭാവികമായിട്ട് 2018 ഭൂമി ഏറ്റെടുക്കൽ നടത്തുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കണം, ഈ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് എല്ലാ സമയത്തും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ നാഷണൽ ഹൈവേക്ക് ഭൂമി ഏറ്റെടുക്കാൻ ആരും ഞങ്ങൾ വീട്ടിലേക്ക് വരരുത് എന്നൊക്കെ പറഞ്ഞ് വലിയ ജനകീയ പ്രക്ഷോഭങ്ങളായിരുന്നു നടത്തിയിട്ടുള്ളത് 1977 മുതൽ. എന്നാൽ 2015 ഈ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവരും. കാരണം ആ നിയമം എന്ന് പറയുന്നത് ഈ ഭൂമി നഷ്ടപ്പെടുന്ന ആരാണോ, അല്ലെങ്കിൽ ഭൂമി ഇതുമായി ബന്ധപ്പെട്ട ഭൂമി നഷ്ടപ്പെടുന്ന ആൾക്ക് കൃത്യമായിട്ട് വലിയ രീതിയിലുള്ള നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് പെട്ടെന്ന് തന്നെ സെറ്റിൽ ചെയ്യുന്ന രീതിയിലായിരുന്നു കേന്ദ്ര സർക്കാർ നിയമം കൊണ്ടുവന്നത്. പൊതുവെ ഈ ഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞാൽ വർഷങ്ങൾ വേണം ഇതിന്റെ പണം കിട്ടാൻ. എന്നാൽ കൃത്യമായിട്ട് ആ ഭൂമി ഏറ്റെടുത്ത 2 മാസത്തിനകം തന്നെ അവർക്ക് പണം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. 2018 കൂടിയിട്ട് ഈ ഭൂമി ഏറ്റെടുക്കൽ ഉണ്ടാകുന്നു. 3 വർഷം കൊണ്ടാണ് ഈ പാത പൂർത്തീകരിക്കുന്നത്. ശരിക്കും കോവിഡ് വന്നില്ലായിരുന്നെങ്കിൽ 2021 പൂർത്തീകരിക്കേണ്ട പാതയായിരുന്നു ഈ പറയുന്ന മുഴപ്പിലങ്ങാട് മുതൽ നമ്മുടെ അഴിയൂർ വരെയുള്ള ഈ പാത. അപ്പൊ സ്വാഭാവികമായും കോവിഡിന്റെ പശ്ചാത്തലത്തിലാണ് അതിന്റെ ഒരു ഉദ്ഘാടനം 2024 നീണ്ടത്. ആ സമയത്ത് തന്നെ നമുക്കറിയാം, നമ്മുടെ ഇന്ന് ഈ കേരള സർക്കാരിനും പ്രത്യേകിച്ച് മുഹമ്മദ് റിയാസിനും ഒരു പ്രത്യേകമായിട്ട് അദ്ദേഹത്തിന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പ്രത്യേകിച്ച് നാഷണൽ ഹൈവേ അല്ലെങ്കിൽ ബൈപ്പാസ് പോലെയുള്ള ഒരുപാട് ബൈപ്പാസ്, ആലപ്പുഴ ആയിക്കോട്ടെ, കൊല്ലം ആയിക്കോട്ടെ, തിരുവനന്തപുരം ആയിക്കോട്ടെ, ഇനി നമ്മുടെ തൃശ്ശൂരിലെ നമ്മുടെ കുതിര തുരങ്കമായിക്കോട്ടെ, ഇതൊക്കെ കേന്ദ്ര സർക്കാർ വളരെ ഇച്ഛാശക്തിയോടുകൂടി നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളാണ്. വളരെ കുറഞ്ഞ വർഷം കൊണ്ട് ഒരിക്കലും സാധിക്കില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളെ സാധിപ്പിച്ചുകൊണ്ട് ഗഡ്കരിയുടെ വികസനം ഈ കേരളത്തിൽ നടക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് നടന്നു കഴിയുന്ന സമയത്ത് മുഹമ്മദ് റിയാസ് ഈ എട്ടുകാലി മാമൂലിനെ പോലെ ഇതിന്റെ ആള് നമ്മളാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് ഫ്ലെക്സും ബോർഡും വെച്ചുകൊണ്ട് ഒരു ഷോ വർക്ക് എല്ലാ തവണയും നടത്താറുണ്ട്. ഈ ഷോ വർക്ക് തന്നെയാണ് അന്ന് മാഹി ബൈപ്പാസിന്റെ സമയത്ത് നടത്തിയത്. പക്ഷെ ജനകീയമായി ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾ അതിന്റെ ഈ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള അവസരം ഇല്ലാതാക്കിയതിന്റെ ഒരു കലിപ്പ് മുഹമ്മദ് റിയാസിനും മുഖ്യമന്ത്രിക്കും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ജനകീയമായിട്ടുള്ള ഉദ്ഘാടനമാണ് അവിടെ നടന്നത്. ഇപ്പൊ കുതിരാനായിക്കോട്ടെ, നമ്മുടെ മാഹി ബൈപ്പാസ് ആയിക്കോട്ടെ, ജനകീയ ഉദ്ഘാടനം, പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തെങ്കിൽ അതിനപ്പുറം ജനകീയ ഉദ്ഘാടനത്തിന്റെ ഒരു പ്രസക്തി കൂടി ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണല്ലോ ആദരണീയായിട്ടുള്ള ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെയും അവിടുത്തെ സ്ഥാനാർത്ഥികളൊക്കെ നടത്തിയിട്ടുള്ള ആ യാത്രയെ വിവാദമാക്കി തീർത്തത്. അപ്പൊ മുഹമ്മദ് റിയാസും ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ വലിയൊരു വാദത്തിന്, ആ പൊള്ളയായ വാദം ഇവിടെ തകർന്നടിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഇവര് തന്നെ പറയുന്നുണ്ട്, ഇതിനകത്ത് 2.5% കമ്മീഷൻ, അതായത് ചെലവ് വഹിച്ചത് കേന്ദ്ര സർക്കാർ, ആ കേന്ദ്ര സർക്കാരുമായി നാഷണൽ ഹൈവേ ബന്ധപ്പെട്ട് 2.5% കമ്മീഷൻ അങ്ങോട്ടാണ് ഈടാക്കിയിട്ടുള്ളത്. അപ്പൊ ഒരു പദ്ധതിയുടെ വിഹിതമായിട്ട് സംസ്ഥാന സർക്കാർ ഇതിന് പണം പറ്റുന്ന ഒരു സാഹചര്യമാണ് സത്യത്തിൽ ഈ നാഷണൽ ഹൈവേ പദ്ധതി ഉണ്ടായിട്ടുള്ളത്. അപ്പോ ഈ കേരള സർക്കാർ ഇപ്പോൾ നടത്തുന്ന ഒരു പദ്ധതി എന്ന് പറയുന്നത് കേന്ദ്രം നടത്തുന്ന ജനകീയ പദ്ധതികൾക്കൊക്കെ പേരുമാറ്റം നൽകുന്നു. അതിപ്പോ ലൈഫ് മിഷൻ ആയിക്കോട്ടെ, ഈ ഹൈവേ ആയിക്കോട്ടെ, ഈ നമ്മളുടെ അതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യ പദ്ധതി ആയിക്കോട്ടെ, എല്ലാ പദ്ധതി, ജൽജീവൻ മിഷൻ ആയിക്കോട്ടെ, ആവാസ് യോജന ആയിക്കോട്ടെ, എല്ലാ പദ്ധതികളെ പേര് മാറ്റിക്കൊണ്ട് ഈ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെ പേരടിച്ചു മാറ്റിക്കൊണ്ട് അത് സ്വന്തം ആണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തി തീരാറുണ്ട്. പക്ഷേ ഇന്ന് നമുക്കറിയാം വിവരാവകാശ രേഖകളുണ്ട്. ആരാണ് എങ്ങനെയാണ് പണം കൃത്യമായിട്ട് ചെലവഴിക്കുന്നുള്ള ആധികാരികമായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ സർക്കാരിന്റെ ഒരു പൊയ്മുഖമാണ് ഇവിടെ കവർന്നു നിൽക്കുന്നത്.